പഞ്ചാബിനും തെലങ്കാനയ്ക്കും ശേഷം ബാലറ്റ് പേപ്പറിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തിയപ്പോൾ അവിടെ പരാജയമറിയുന്നുണ്ട് ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ ഓടിക്കുന്ന ഗോവയിലാണ്. ഗോവയിൽ ബി.ജെ.പിക്ക് വിജയ നേട്ടം ഉണ്ടായി എങ്കിലും അവർ ഒന്ന് അടിപതറിയിട്ടുണ്ട്. 4 സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ 4-ൽ നിന്ന് അവരുടെ സീറ്റ് 10-ലേക്ക് ഉയർത്തുകയും ചെയ്തു. ബി.ജെ.പിയുടെ 10 സീറ്റുകൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാധാരണ ഇവിഎമ്മിലാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നത് എങ്കിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 4 സീറ്റും കയ്യിൽ നിന്ന് പോകുമായിരുന്നു. കാരണം ബീഹാർ അടക്കം മുൻപ് നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അടക്കം കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്കും കനത്ത പരാജയമാണ് നേരിടേണ്ടി വരുന്നത്. എന്തിന്, ഇപ്പോൾ നടന്ന മുംബൈ തെരഞ്ഞെടുപ്പിൽ പോലും മഹാവികാസ് സഖ്യം തകർന്നടിയുകയും എന്നാൽ അവിടെ ബി.ജെ.പി മുന്നിൽ നിന്ന് നയിക്കുന്ന മഹായുദ്ധി വിജയിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. ഇവിടെയാണ് നേരെ മറിച്ച് ഗോവയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ വെറും 4 സീറ്റിൽ ഒതുങ്ങിയ കോൺഗ്രസ് 10 സീറ്റ് പിടിച്ചെടുക്കുന്നത്. ആം ആദ്മി പാർട്ടി 1 സീറ്റ് നിലനിർത്തുകയും ചെയ്തു. റവല്യൂഷണറി ഗോവൻസ് പാർട്ടി 1 സീറ്റിൽ പുതിയതായിട്ട് അക്കൗണ്ട് തുറക്കുകയും ചെയ്യുകയാണ്. 5 സ്വതന്ത്രരും ഇവിടെ വിജയിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചടി തന്നെയാണ്. എന്നാൽ ഇവിടെ ഗോവയെ സംബന്ധിച്ച് കൂടുതൽ സീറ്റ് നേടി എന്നുള്ളതും ബി.ജെ.പി തന്നെയാണ്. ആകെയുള്ള 50 സീറ്റുകളിൽ 32 എണ്ണത്തിലും ബി.ജെ.പിക്ക് അവരുടെ സഖ്യമായി വിജയിക്കാൻ സാധിച്ചു. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനം, ഇരട്ട എഞ്ചിൻ സംസ്ഥാനം, അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സാധാരണ മുഴുവൻ സീറ്റുകളിലേക്ക് വേരോട്ടം നടത്തേണ്ടിയിരുന്ന ബി.ജെ.പിയിൽ നിന്ന് 10 സീറ്റുകൾ കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് അതൊരു മുന്നേറ്റവും നേട്ടവുമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദവും ഉണ്ട്. അത് ആവേശമായി മാറുകയുമാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പുകളിലേക്കും. അതേസമയം ബി.ജെ.പി വിജയിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ വോട്ടുകൾ വിഭജിക്കപ്പെട്ടതാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുമുണ്ട്. പല സീറ്റുകളിലും ബി.ജെ.പി ജയിച്ചത് വളരെ ചെറിയ മാർജിനാണെന്നും പ്രതിപക്ഷം ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ബലം ഇനിയും ഇതിനേക്കാൾ മറിച്ച് മറ്റൊന്ന് നല്ലതാകുമായിരുന്നു എന്നും കോൺഗ്രസ് എം.എൽ.എ കർലോസ് അൽവാരസ് പെരേര പറയുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടാനായത് കോൺഗ്രസിന് വലിയ നേട്ടമായി അവർ ഉയർത്തി കാണിക്കുന്നുമുണ്ട്.